ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. പുനലൂർ ടു ആറ്റാങ്കര. തമിഴ്നാട്ടിലുള്ള ആറ്റാങ്കര പള്ളി വരെ പോവുകയാണ് ഞങ്ങൾ. ഭക്ഷണമെല്ലാം രാവിലത്തെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തെന്മലയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ബെഞ്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അതിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമാണ്. ഫാമിലിയായിട്ട് ലോങ് യാത്ര പോകുമ്പോൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാറാണ് പതിവ്. ഇന്നത്തെ കറി നെത്തോലി ഫ്രൈ, ബീഫ് വരട്ടിയത്, മോര്, തോരൻ, അച്ചാർ എന്നിവയാണ്. ഞാനും വൈഫും മക്കളും അമ്മയും പെങ്ങളുമാണ് ഇന്നത്തെ യാത്രയിൽ കൂടെയുള്ളത്. ഇതാണ് 13 കണ്ണറ പാലം. ഇതുവഴി പോകുന്നവർ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എസ് വളവ് എത്തി. എസ് വളവ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ചെറിയ ലോറികളിലും ഓട്ടോറിക്ഷകളുടെയും പുറകിൽ ആൾക്കാരിങ്ങനെ ഇരുന്ന് പോകുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ 8-9 പേരൊക്കെ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഓട്ടോറിക്ഷയാണ് മുന്നിൽ. എസ് വളവ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല തെങ്ങിൻ തൊപ്പുകൾ. നെൽപ്പാടങ്ങളും തെങ്ങിൻ തൊപ്പുകളും നമ്മുടെ കണ്ണിനെ കുളിർമയേകുന്നു. അങ്ങനെ 80 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ പൊട്ടൽപുത്തൂരെത്തി. ആറ്റാങ്കരപ്പള്ളിയിൽ പോകുന്നവർ പൊട്ടൽപുത്തൂർ പള്ളിയിലൂടെ ഇറങ്ങി നേർച്ച ഇട്ടിട്ടാണ് പോകാറുള്ളത്. വൈകിട്ടോടെ ഞങ്ങൾ ആറ്റാങ്കരപ്പള്ളിയിലെത്തി. അടുത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്തു. 4 കട്ടിലിട്ടിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 8 പേർക്ക് വരെ കിടക്കാം. നല്ല വിശാലമായ റൂമും കട്ടിലുമാണ്. 900 രൂപയാണ് വാടക. കുളിച്ച് ഫ്രഷായി അടുത്ത ദിവസമാണ് ആറ്റാങ്കരപ്പള്ളിയിലേക്ക് പോയത്. അവിടെ പോയി നേർച്ചകളൊക്കെ നടത്തി തൊട്ടടുത്തുള്ള കടയിൽ കയറി ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി. ഇതുപോലുള്ള കുറേ കടകൾ അവിടെ ഉണ്ട്. കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മുടെ ചിക്കുമോൻ തൊട്ട ഈ ഒരു ടോയ്സ് ഡാൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ആക്ഷനാണ് ഇവൻ കാണിച്ചത്. അതിനുശേഷം തൊട്ടടുത്തുള്ള 8 കിലോമീറ്റർ മാറിയുള്ള കടൽക്കര പള്ളിയിലൂടെ വന്നു. അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ടു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക്. നാഗർകോവിൽ വഴിയാണ് വരുന്നത്. നാഗർകോവിൽ ഹൈവേ നല്ല മനോഹരമായ ഒരു ഹൈവേ ആണ്. സൈഡിലൂടെ നല്ല കാറ്റാടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരുപാടുണ്ട്. കണ്ണെത്താ ദൂരത്ത് കാറ്റാടി ഇങ്ങനെ കറങ്ങി ഇരിക്കുന്നത് കാണാൻ നല്ലൊരു രസമാണ്. വഴിയരികിൽ നിന്നും നൊങ്കും കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങിക്കഴിച്ചു. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാതെ പോകാറില്ല. എന്നിട്ടൊരു മൺപാത്ര കടയിൽ കയറി കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലെ അതേ വില തന്നെയാണ് ഇവിടെ, പക്ഷേ കളക്ഷൻസ് കൂടുതലാണ്. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.